ഒരിക്കലൊരു പെൺകുട്ടി സ്കൂളിൽ പഠിക്കുന്ന സമയം സ്കൂളിലുള്ള ഒരു പയ്യനെ വല്ലാണ്ടങ്ങ് പ്രണയിച്ചു. പക്ഷെ ആ പയ്യന് തിരിച്ച് ആ പ്രണയമൊന്നും അവളോട് ഉണ്ടായിരുന്നില്ല, മൈൻഡ് പോലും ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഈ പെൺകുട്ടി ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയം അറിയാതെ അവളെക്കാൾ 10 വയസ്സിനിളയ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ ചുംബിക്കുന്നു. തുടർന്ന് ആ വിദ്യാർത്ഥിക്ക് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്ന അതിയായ ആഗ്രഹം. അവൻ ആ കാര്യം പറഞ്ഞ് അവളുടെ പുറകെ നടക്കുന്നു. ഇതിന്റെ ഇടയിൽ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ക്രഷ് നമ്മുടെ പെൺകുട്ടിയുടെ അടുത്ത് വന്ന് അവളെ കല്യാണം കഴിക്കാനായി പ്രപ്പോസ് ചെയ്യുന്നു. അങ്ങനെ ഒരേ സമയം ഈ പെൺകുട്ടിയുടെ പുറകിന് രണ്ടാണുങ്ങളാണ് നടക്കുന്നത്. ഒന്ന് ഒരിക്കൽ അവളെ മൈൻഡ് പോലും ചെയ്യാതിരുന്ന ഒരാൾ, രണ്ടാമത്തേത് അവളെ വേണമെന്ന് പറഞ്ഞ് കണ്ടപ്പോ തൊട്ട് പുറകെ കൂടിയേക്കുന്ന ആള്. പക്ഷെ ആള് 10 വയസ്സിനാണെങ്കിൽ ഇളയതാണ്. എന്തായിരിക്കും സംഭവിക്കുക എന്നറിയാനുള്ള ആകാംക്ഷ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് 2012 റിലീസായ ഫസ്റ്റ് കിസ് എന്ന തായ് ചിത്രം കണ്ടാലോ? ഇത് വളരെ രസകരമായ ചിത്രമാണ്. സൺഡേ സ്പെഷ്യലായി ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായ സായയാണ്. സാ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയാണ്. അവൾ വളരെ സൈലന്റ് ആണ്. വലിയ ചാട്ടവും ബഹളവും ഒന്നുമില്ല. ഒതുങ്ങിക്കൂടി സ്വന്തം കാര്യം നോക്കി നടക്കുന്ന ഒരു പെൺകുട്ടി. അവൾക്ക് പക്ഷെ അവളുടെ സ്കൂളിൽ ഒരു പയ്യനെ വളരെ ഇഷ്ടമാണ്. അവന്റെ പേര് ഓം എന്നാണ്. ഓം ആണെങ്കിൽ ആ സ്കൂളിലെ വളരെ പോപ്പുലറും സുന്ദരനുമായ പയ്യനാണ്. ഓമിന് പാം എന്ന ഒരു ഗേൾ ഫ്രണ്ടും ഉണ്ട്. ഗേൾ ഫ്രണ്ട് ഉണ്ടായിട്ടും കൂടാതെ തന്റെ ക്യാരക്ടറേ അല്ല ഓമിന്, അവന് നല്ല അടിപൊളി പെൺപിള്ളേരെയാണ് ഇഷ്ടമെന്ന് അറിയാമെങ്കിൽ കൂടിയും സാ എപ്പോഴും ഓമിനെ തന്നെ നോക്കാറുണ്ട്. എന്നെങ്കിലും അവൻ തന്നെ തിരിഞ്ഞു നോക്കിയാലോ എന്നൊരു പ്രതീക്ഷയിൽ. അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം എല്ലാം കടന്നു പോകുന്നു. പഠനം കഴിഞ്ഞ് ഓം അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ കൂടെ US-ലേക്ക് ഹയർ സ്റ്റഡീസിന് പോകുന്നു. ഇത്രയും നാള് അവൻ തന്നെ തിരിച്ചു പ്രണയിച്ചില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അവനെ ഒന്ന് കാണാമല്ലോ എന്ന ആ ഒരു സന്തോഷം സായുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതും ഇല്ലാതായിരിക്കുകയാണ്. എങ്കിലും അവളുടെ മനസ്സിൽ നിന്ന് ഓം മാറുന്നേയില്ല. അവൻ എന്തെങ്കിലും തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ അവൾ ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് മറ്റാരെയും പ്രണയിക്കാനും ഇന്ന് വരെ തോന്നിയിട്ടേയില്ല. അങ്ങനെ ഓമിന്റെ ചിന്തയിൽ സാ 10 വർഷങ്ങൾ കഴിച്ചുകൂട്ടുന്നു. അതിന്റെ ഇടയിൽ അവൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും അവൾ തീരെ ലക്കിയല്ല. അവൾ വിചാരിക്കുന്നതൊന്നും അവൾക്ക് ലഭിക്കാറില്ല. വളരെ അൺലക്കിയാണ് അവൾ എന്ന ചിന്തകളാണ് എപ്പോഴും ഉള്ളിലുള്ളത്. ഇപ്പോൾ സാ 25 വയസ്സുകാരിയായ ഒരു യുവതിയാണ്. പക്ഷെ ഇന്ന് വരെ അവൾക്ക് ഒരു ബോയ് ഫ്രണ്ട് ഇല്ല. അവൾ ആരെയും കിസ്സും ചെയ്തിട്ടില്ല. അങ്ങനെ വളരെ ബോറിംഗ് ആയി സായുടെ ജീവിതം മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അവളുടെ ഹൈസ്കൂൾ റീയൂണിയൻ വരുന്നു. വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും കൂട്ടുകാരെ എല്ലാരും കാണാമല്ലോ എന്ന ചിന്തയിൽ ജസ്റ്റ് റീയൂണിയന് പോകുന്നതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോ ലോട്ടറി അടിച്ച അവസ്ഥയാണ്. കാരണം ഇവള് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഓം റീയൂണിയന് പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ടായിരുന്നു. അവൻ അമേരിക്കയിൽ നിന്ന് കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് നാട്ടിലെത്തിയതേ ഉള്ളൂ. വർഷങ്ങൾക്ക് ശേഷം താൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഓമിനെ കണ്ട സായയ്ക്ക് സന്തോഷം സഹിക്കാൻ വയ്യ. അങ്ങനെ ഇവര് രണ്ടുപേരും അവിടെ വെച്ച് സംസാരിക്കുന്നു. മുന്നേ ഇവളോട് തീരെ താല്പര്യമില്ലാതിരുന്ന ഓം പക്ഷെ ഇപ്പോൾ സായെ കാണുമ്പോൾ അവളിൽ നല്ല ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കുന്നുണ്ട്. അത് സായെ സന്തോഷിപ്പിക്കുന്നു. അവിടെ നിന്ന് പിരിയാൻ നേരം രണ്ടുപേരും ഫോൺ നമ്പേഴ്സും കൈമാറുന്നുണ്ട്. തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ രണ്ടുപേരും കണ്ടുമുട്ടുന്നു. സാ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവളെ ഓം കാറിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. ഇത് കാണുന്ന സായുടെ കൊളീഗ്സ്, ആരാ ആ പയ്യൻ, നല്ല സുന്ദരനാണല്ലോ, കണ്ടിട്ട് നല്ല കാശുകാരനാണെന്ന് തോന്നുന്നു, എന്തായാലും കോൾ അടിച്ചല്ലോ കൊച്ചു കള്ളി എന്നെല്ലാം സായെ കളിയാക്കുന്നു. കൂടാതെ പ്രണയത്തിന് വേണ്ട ചില ടിപ്സും ട്രിക്സും പറഞ്ഞു കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഫസ്റ്റ് കിസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന കാര്യങ്ങളെല്ലാം. 25 വയസ്സായിട്ടും സാ ഇന്ന് വരെ ഒരു ഉമ്മ പോലും വെച്ചിട്ടില്ലെന്ന കാര്യം അവരെ അതിശയിപ്പിക്കുന്നു. അവരത് പറഞ്ഞ് സായെ കളിയാക്കുന്നു. അങ്ങനെ അന്ന് ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുകയാണ് സാ. അവളുടെ തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കുന്നത് ബാസ് എന്ന ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. അവരിങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയം റോഡ് സൈഡിൽ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നു. പൊതുവെ നമ്മളിങ്ങനെ ബസ്സിലോ വല്ലതും യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആൾക്കൂട്ടം കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ജനാല വഴി തലയെത്തി നോക്കാറുണ്ടല്ലേ. അതേപോലെ ഇവിടെയും സംഭവിക്കുന്നു. വെളിയിലുള്ള കാര്യം കാണാനായി സായും അവളുടെ തൊട്ടടുത്തിരിക്കുന്ന ബാസും എത്തി നോക്കാണ്. അതിന്റെ ഇടയിൽ സാ അറിയാതെ തല തിരിക്കുന്ന സമയം ഇങ്ങോട്ടേക്ക് തല നീട്ടി വെച്ചിരുന്ന ബാസിന്റെ ചുണ്ടിൽ സായുടെ ചുണ്ട് അമരുന്നു. അങ്ങനെ അവിടെ ഒരു ചെറിയ കിസ് നടക്കുകയാണ്. അറിഞ്ഞോണ്ടല്ലെങ്കിലും കിസ്സാണ്. ഈ ഒരു കിസ് സായെ വല്ലാതെ ഞെട്ടിക്കുന്നു. ബാസ് വലിയ കുലുക്കൊന്നും ഇല്ലാതെ ഓ ഇപ്പൊ അതിനെന്താ സംഭവിച്ചത് എന്ന മട്ടിലിരിക്കുകയാണ്. പക്ഷെ സായിക്ക് അത് വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം അവൾ ഈ 10-25 വർഷമായി കാത്തു സൂക്ഷിച്ചു വെച്ചിരുന്ന അവളുടെ ആദ്യ ചുംബനം അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവൾക്കേറെ പ്രിയപ്പെട്ട ഒരു പുരുഷന് കൊടുക്കാനുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ആകെ അവിടെ പൊട്ടിത്തെറിക്കുന്നു. നീ സൂക്ഷിച്ചു കണ്ടിരിക്കണ്ടേന്ന് പറഞ്ഞ് ആ പയ്യന് നേരെ അവളെ ബാഗും ഫോണും ഒക്കെ എടുത്ത് എറിയാണ്. അതിനുശേഷം ബസ് ഇറങ്ങുന്നിടം വരെ അവൾ അവന് നേരെ ഷൗട്ട് ചെയ്തിരുന്നു. ബസ് ഇറങ്ങിയിട്ടും അവളുടെ രോക്ഷം തീർന്നിട്ടുണ്ടായിരുന്നില്ല. അവൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ട് ബാസ് ചിരിക്കുന്നു, അല്ലാതെ അവൻ പ്രതികരിക്കുന്നേ ഇല്ല. അങ്ങനെ പിന്നീട് വീട്ടിലെത്തിക്കഴിഞ്ഞാണ് സാ ആ കാര്യം മനസ്സിലാക്കുന്നത്. നേരത്തെ ബസ്സിൽ വെച്ച് ദേഷ്യത്തിൽ ആ പയ്യന് നേരെ തന്റെ ഫോൺ എടുത്ത് എറിഞ്ഞതേ ഓർമ്മയുള്ളൂ. അത് തിരികെ വാങ്ങാനായി ഇവള് മറന്നിട്ടുണ്ടായിരുന്നു. സാ ഉടനെ തന്നെ അവളുടെ വീട്ടിലെ നമ്പറിൽ നിന്ന് അവളുടെ തന്നെ മൊബൈലിലേക്ക് വിളിക്കുന്നു. ആ സമയം ആ മൊബൈൽ കയ്യിലുള്ള ബാസ് കോൾ അറ്റൻഡ് ചെയ്യുന്നു. തന്റെ മൊബൈലിൽ തനിക്ക് തിരിച്ചു വേണമെന്ന് സാ പറയുമ്പോൾ മൊബൈലൊന്നും തിരിച്ചു തരാൻ പറ്റത്തില്ല, വേണമെങ്കിൽ ഞാൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നതെന്ന് തപ്പിപ്പിടിച്ച് അവിടെ വന്ന് മൊബൈൽ മേടിച്ചു എന്നാണ് അവൻ
മറുപടി കൊടുക്കുന്നത്. പിന്നീട് അടുത്ത ദിവസം ക്ലാസ്സിലിരിക്കുമ്പോഴെല്ലാം ബാസിന്റെ ഉള്ളിൽ അവൻ ബസ്സിൽ കണ്ട ആ സ്ത്രീയാണ്, അതായത് നമ്മുടെ നായികയാണ് ഉള്ളത്. അവര് ദേഷ്യപ്പെട്ട രീതിയും എല്ലാം അവൻ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നു. ഇവൻ ഇത് ഏത് സ്വപ്ന ലോകത്താണെന്ന മട്ടിൽ അവന്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരും അവനെ നോക്കുന്നുണ്ട്. എന്തായാലും ക്ലാസ്സിൽ അവൻ ഇങ്ങനെ ഇരിക്കുന്ന സമയം പ്രിൻസിപ്പലിന്റെ സൈഡിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് വരുന്നു. ബാസ് എന്ന പേരുള്ള ഈ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും തന്റെ ഓഫീസ് മുറിയിൽ ഇപ്പോൾ തന്നെ എത്തണമെന്നതായിരുന്നു ആ അനൗൺസ്മെന്റിൽ ഉണ്ടായിരുന്നത്. അത് കേട്ടപാടെ ബാസ് എന്ന പേരുള്ള എല്ലാ കുട്ടികളുടെയും കൂടെ നമ്മുടെ ഈ ബാസും പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് ചെല്ലുന്നു. അവിടെ എത്തുമ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. അവിടെ വന്നിരിക്കുകയാണ് ഫോൺ തിരികെ വാങ്ങാനായി സാ. കഴിഞ്ഞ ദിവസം ബസ്സിൽ വെച്ച് കണ്ട ആ പയ്യന്റെ യൂണിഫോമിലെ പേര് അവൾ മറന്നിട്ടില്ലായിരുന്നു. അങ്ങനെ കറക്റ്റായി സ്കൂള് കണ്ടെത്തി അവിടെ എത്തി ഈ ചെറുക്കനെ കാണണമെന്ന് പറഞ്ഞാണ് ഇവനെ കണ്ടുപിടിച്ചത്. അങ്ങനെ പിന്നീട് പ്രിൻസിപ്പലിന്റെ മുന്നിൽ വെച്ച് ഫോൺ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ ബാസിന് വരുന്നു. കൂടാതെ പ്രിൻസിപ്പൽ ഈ പരിപാടി കാണിച്ചതിന് അവനെ അടിക്കുകയും ചെയ്യുന്നു. തന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ അടികൊള്ളുന്നത് കാണുന്ന സായിക്ക് ഒരു ചെറിയ സിമ്പതിയൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് ഈ പയ്യനെയും കൂട്ടി സാ ഒരു റെസ്റ്റോറന്റിലേക്ക് അവന് ട്രീറ്റ് ചെയ്യാനായി പോവാണ്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞും രണ്ടുപേരും തമ്മിൽ കശപിശയാവുന്നു. അതിന് കാരണം ബാസ് സായെ ആന്റി എന്ന് വിളിച്ചതാണ്. ആ വിളി അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈവൻ ഇവര് തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസമുണ്ടെങ്കിലും തന്നെ ആന്റി എന്ന് വിളിക്കേണ്ട എന്നാണ് സാ പറയുന്നത്. എന്നെ നീ ആന്റി എന്ന് വിളിക്കേണ്ട, ചേച്ചി എന്ന് വിളിച്ചാൽ മതിയെന്ന് സാ പറയുമ്പോൾ, അയ്യേ ചേച്ചി എന്നൊന്നും വിളിക്കാൻ എന്നെ കിട്ടത്തില്ല, ആന്റി എന്ന് വിളിക്കണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നിങ്ങളുടെ പേര് വിളിക്കാമെന്ന് ബാസ് മറുപടി പറയുന്നു. അങ്ങനെ അവരവിടെ ഇരിക്കുന്ന സമയം സായിക്ക് ഓമിന്റെ ഫോൺ കോൾ വരെയാണ്. ഓമിന്റെ കോള് വന്നപാടെ സായിയുടെ മട്ടും ഭാവവും മാറുന്നു. അവള് വളരെ സ്നേഹത്തോടെ അവനോട് ഫോണിൽ സംസാരിക്കുന്നു. ഓം സായോട് നമുക്ക് നൈറ്റ് ഡിന്നറിന് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന സാ വളരെ ഹാപ്പി. അങ്ങനെ പിന്നീട് രാത്രി റെഡിയായി മുന്നേ ഫോണിലൂടെ പറഞ്ഞുറപ്പിച്ച റെസ്റ്റോറന്റിലേക്ക് ഡിന്നർ ഡേറ്റിന് പോവുകയാണ് സാ. അവൾ ആ റെസ്റ്റോറന്റിൽ എത്തുന്ന സമയം അവിടെ ഒരു ടേബിളിൽ ബാസ് ഇരിക്കുന്നത് കാണുന്നു. അവനെ കണ്ടപാടെ ഇവളുടെ മുഖഭാവം മാറുകയാണ്. ബാസ് സായോട് നമ്മൾ എന്ത് അവിചാരിതമായാണ് വീണ്ടും വീണ്ടും കണ്ടുമുട്ടുന്നത് എന്ന് പറയുന്നു. അത് കേൾക്കുന്ന സായിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൻ കള്ളം പറയുന്നതാ. ഇവൻ ഫോണിലൂടെ താൻ ഇന്ന റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് പറയുന്നത് കേട്ട് ഇവിടേക്ക് മനപൂർവ്വം എത്തിയതാണെന്ന്. പക്ഷെ അവൾ അവനെ മൈൻഡ് ചെയ്യാതെ ഓമിന്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. അങ്ങനെ ഫുഡ് കഴിച്ച ശേഷം ഓം സായെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ കാറിൽ പോകുന്നു. വീടിന് മുന്നിൽ എത്തിയ ശേഷം കാറിൽ നിന്ന് സായ് ഇറങ്ങുന്നതിന് മുന്നേ ഓം സായ് ഒന്ന് കിസ് ചെയ്യാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ സമയം ഒരു പൂമാല കച്ചവടക്കാരൻ വന്ന് ഇവരെ ഡിസ്ട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു മൂഡ് പോയതുകൊണ്ട് തന്നെ സായെ ഡ്രോപ്പ് ചെയ്ത് ഓം പോവാണ്. ഓം പോയ ശേഷമാണ് സാ കാണുന്നത് ആ പൂമാല കച്ചവടക്കാരൻ മറ്റാരുമല്ല ബാസ് ആയിരുന്നു എന്ന്. നീ എന്തിനാടാ എന്നെ വിടാതെ എന്റെ പുറകെ നടക്കുന്നത്? നിനക്ക് എന്താ വേണ്ടത്? കാശ് വല്ലോ ആണോ? ഞാൻ കാശ് തരാന്നവള് പറയുമ്പോ, കാശൊന്നും എനിക്ക് വേണ്ട, നിങ്ങൾ എന്റെ കൂടെ നാളെ സിനിമ കാണാൻ വന്നാ മതി, ഒരൊറ്റ തവണ, അത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ശല്യം ചെയ്യില്ല എന്ന് അവൻ പറയുന്നു. ആദ്യം അവൾ അതിന് തയ്യാറാവുന്നില്ലെങ്കിലും കൂടെ പോയില്ലെങ്കിൽ ഇവൻ ഇനി തന്റെ പുറകെ മാറിയില്ലെങ്കിലോ എന്ന സംശയത്തിൽ കൂടെ പോകാൻ തയ്യാറാവുന്നു. അങ്ങനെ സിനിമ കാണാൻ ബാസിന്റെ കൂടെ തിയേറ്ററിൽ എത്തുന്ന സാ തങ്ങള് കപ്പിൾസ് അല്ല എന്ന് കാണുന്നവർക്ക് മനസ്സിലാവാനായി കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ചാണ് പോകുന്നത്. തങ്ങള് കപ്പിൾസ് അല്ല, ലവേഴ്സ് അല്ല എന്ന് കാണുന്നവർക്ക് മനസ്സിലായാൽ മതിയെന്ന് മാത്രമേ സായുടെ ഉള്ളിൽ ചിന്തയുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ചിലവർക്ക് സായയും ബാസിനെയും കാണുമ്പോൾ അമ്മയും മോനുമായിട്ടാണ് തോന്നുന്നത്. അവരങ്ങനെ കമന്റ് അടിക്കുന്നത് ഇവള് കേൾക്കുന്നുമുണ്ട്. അത് അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും അവിടെ നിൽക്കുന്ന സമയം ബാസ് പെട്ടെന്ന് സായെ ഒരു കാഴ്ച കാണിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഓം ഒരു പെൺകുട്ടിയുടെ കൂടെ നിൽക്കുന്നതാണ്. ആ പെൺകുട്ടിയാണെങ്കിൽ മറ്റാരുമല്ല, സ്കൂളിൽ വെച്ച് അവന്റെ ലവർ ആയിരുന്ന പാമും. വർഷങ്ങൾക്ക് ശേഷം ഹൈസ്കൂൾ റീയൂണിയനിൽ വെച്ച് ഓമിനെ കണ്ടപ്പോൾ താൻ സിംഗിൾ ആണെന്ന് പറഞ്ഞാണ് ഓം സായുമായി അടുത്തത്. പക്ഷെ ഇപ്പോ ആ പഴയ ബന്ധം അവൻ നിലനിർത്തുന്നുണ്ടെന്ന കാര്യം ഇവരൊന്നിച്ചു നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നതിലൂടെയൊക്കെ സായിക്ക് മനസ്സിലാവുന്നു. അവൾക്കത് വലിയ ഷോക്കായിരുന്നു. കൂടാതെ സാ അവിടെ നിൽക്കുന്നത് ഓം കണ്ടുവെങ്കിലും അവൻ അവളെ മൈൻഡ് ചെയ്യാതെ ഒഴിഞ്ഞു മാറി പോകുന്നു. സാ ആകെപ്പാടെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കാണുന്ന സായോട് പറയാണ്, പാം തനിക്ക് അറിയാവുന്ന പെൺകുട്ടിയാണ്. ഇന്നലെ ഓമിനെ സായുടെ കൂടെ കണ്ടപ്പോഴേ ഇവൻ ആള് ശരിയല്ല എന്ന കാര്യം സായെ ബോധ്യപ്പെടുത്തണമെന്ന് കരുതി. അത് ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്ന്. എന്തായാലും താൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളിനെ വർഷങ്ങൾക്ക് ശേഷം തനിക്ക് തിരിച്ചു കിട്ടി എന്ന ചിന്തയിൽ വളരെ സന്തോഷവതിയായിരുന്നു സാ. പക്ഷെ ഈ ഒരു തിരിച്ചറിവ് അവളെ വല്ലാതെ വിഷമിപ്പിച്ചു. അങ്ങനെ അടുത്ത ദിവസം ഓഫീസിൽ എത്തിക്കഴിഞ്ഞ് ബ്രേക്ക് ടൈമിൽ കഫേയിലിരുന്ന് സംസാരിക്കുകയാണ് സായും കൊളീഗ്സും. ആ സമയം സാ ഓം തന്നെ പറ്റിച്ച കാര്യമെല്ലാം കൊളീഗ്സിനോട് പറയുന്നു. വലിയ സങ്കടമുണ്ട് അവൾക്കെന്ന് കൊളീഗ്സിന് മനസ്സിലാവുകയും അവർ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ബാസിന്റെ വരവ്. ബാസ് ഒരു സ്കൂൾ വിദ്യാർത്ഥി ആയിട്ടല്ല വന്നിരിക്കുന്നത്. കണ്ടാൽ ഒരു മുതിർന്ന പയ്യനെ പോലുണ്ട്. ഏകദേശം പറഞ്ഞാൽ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന യുവാവിനെ പോലെ. അങ്ങനെ അവൻ അവിടെ എത്തി സായോട് സംസാരിക്കുന്നു. ശേഷം സായയും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ ഈ കൊളീഗ്സിനെയും കൂട്ടി കഫേയിലിരുന്ന് ഫുഡ് കഴിച്ച് സംസാരിക്കുന്നതിന്റെ ഇടയിൽ സായുടെ ഫോണിലേക്ക് ഓമിന്റെ നിരവധി കോൾസും മെസ്സേജസും വരുന്നത് ശ്രദ്ധിക്കുന്ന ബാസ് അതൊന്നും അവളെ അറ്റൻഡ് ചെയ്യാനോ തിരിച്ച് റിപ്ലൈ അയക്കാനോ സമ്മതിക്കാതെ ഫോൺ ബലമായി പിടിച്ചു വാങ്ങിച്ച് അതിന് അവൻ റിപ്ലൈ അയക്കുകയും കോൾസ് വരുമ്പോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്നു. ഇത് സായിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവള് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. നീ എന്തിനാ എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത്? നീ എന്റെ ആരായെന്ന്
പറയുന്നില്ല. സാ ബാസിന് നേരെ ഷൗട്ട് ചെയ്യുമ്പോൾ അവൻ അവിടെ നിന്ന് പോവാണ്. അവൻ പോയി കഴിയുമ്പോഴാണ് അവൾ അറിയുന്നത് അവളുടെ ഫോൺ അവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി എന്ന്. അങ്ങനെ രണ്ടാമത് തന്റെ ഫോൺ അവന്റെ പക്കലായതിൽ അവൾക്ക് വല്ലാത്ത ഫ്രസ്ട്രേഷൻ. അടുത്ത ദിവസം ബാസ് പിന്നീട് സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ അവൻ ഒരു കാഴ്ച കാണുന്നു. സാ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ പോലെ ഡ്രസ്സ് ധരിച്ച് വന്ന് നിൽക്കുന്നത്. അവൻ ആകെപ്പാടെ ഷോക്കായി നിൽക്കാണ്. സായുടെ അടുത്ത് ബാസ് നിൽക്കുന്നത് കണ്ട് അവന്റെ കൂട്ടുകാരെത്തി ആരാടാ ഇത് എന്ന് ചോദിച്ച് അവനോട് സംസാരിക്കുമ്പോൾ ഇതെന്റെ ഫ്രണ്ട് ആണെന്ന് അവൻ പറയുന്നു. ഇവരെല്ലാവരും അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ പ്രിൻസിപ്പൽ ഇവർക്ക് നേരെ ക്ലാസ് തുടങ്ങാൻ ടൈമായി, പിന്നെന്താ നിങ്ങൾ ക്ലാസ്സിൽ കയറാതെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് ചൂടാകുകയാണ്. ബാസ് ഉടനെ സായുടെ കൈ പിടിച്ച് കുട്ടികളില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ഇന്നൊരു ദിവസം എന്റെ കൂടെ നിന്നാല് നിങ്ങൾ സ്കൂൾ ലൈഫിൽ മിസ് ചെയ്ത പല കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. പണ്ടത്തെ പല ഓർമ്മകളും നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഓടിക്കളിക്കുമെന്ന് പറയുന്നു. സാ മുന്നേ പഠിച്ചത് ഇതേ സ്കൂളിൽ തന്നെയായിരുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രിൻസിപ്പൾ ഇവരെ കാണുന്നു. സാ ഈ സ്കൂളിലെ വിദ്യാർത്ഥിനി അല്ല എന്ന് പ്രിൻസിപ്പളിന് അറിയില്ലല്ലോ. പ്രിൻസിപ്പൾ നിങ്ങളിത് മാറി നിന്ന് എന്തെടുക്കാണെന്നും പറഞ്ഞ് ഇവർക്ക് നേരെ വരുമ്പോൾ ബാസ് സായുടെ കൈ പിടിച്ച ഒരൊറ്റ ഓട്ടം. അങ്ങനെ ഇവർ നേരെ ഓടിച്ചെന്ന് കയറുന്നത് കെമിസ്ട്രി ലാബിലേക്കാണ്. അവിടെ നിൽക്കുന്ന സമയം സാ പറയാണ് എനിക്ക് ഈ ലാബ് വലിയ ഇഷ്ടമാണ്, കാരണം ഇവിടെ നിന്നാൽ ബാസ്കറ്റ് ബോൾ കോർട്ടിലേക്ക് നല്ല വ്യൂ ആണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈം ഓമിനെ ദിവസവും വായി നോക്കാറുണ്ടായിരുന്നു. അവൻ നല്ലൊരു ബാസ്കറ്റ് ബോൾ പ്ലെയർ ആണ്. ഞാൻ ഈ ജനാല വഴി അവൻ ബാസ്കറ്റ് ബോൾ കളിക്കുന്നത് മണിക്കൂറുകളോളം നോക്കി നിന്നിട്ടുണ്ട് എന്നെല്ലാം. അങ്ങനെ ഇവരവിടെ ഇരിക്കുന്ന സമയം പ്രിൻസിപ്പൾ ഇവരെ തപ്പി ഇങ്ങോട്ടേക്ക് വരുന്നു. ഇവര് രണ്ടുപേരും പ്രിൻസിപ്പളിന്റെ കയ്യിൽ നിന്ന് നൈസായി എസ്കേപ്പ് ആയി മറ്റു സ്ഥലങ്ങളിൽ ഓടി ഒളിക്കുന്ന ഇടയിലാണ് സാ അവളുടെ പേഴ്സ് ലാബിൽ വെച്ച് മിസ്സായ കാര്യം ഓർക്കുന്നത്. പേഴ്സ് എടുക്കാനായി കൂടെ വരാനായി ബാസിനോട് സാ പറയുമ്പോൾ ബാസ് ഞാനങ്ങുമില്ല, നീ തന്നെ പോയി എടുത്താൽ മതിയെന്ന് പറയുന്നു. അങ്ങനെ പേഴ്സ് എടുക്കാനായി സാ തനിയെ ലാബിൽ എത്തുന്നു. പേഴ്സ് എടുത്ത് സാ അവിടെ നിൽക്കുന്ന സമയം ഇതിന്റെ ഇടയിൽ ബാസ് തിരികെ കൊടുത്ത സായുടെ ഫോൺ റിംഗ് അടിക്കുന്നു. കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ബാസ് ആണ് വിളിച്ചിരിക്കുന്നത്. ഇതേ ലാബിൽ നിന്നുകൊണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഹോമിനെ വായി നോക്കാറുണ്ടായിരുന്ന ആ ജനാലയിലെ ആ ജനാല വഴി ഒന്ന് താഴേക്ക് നോക്കിയെന്ന് അവൻ പറയുന്നത് കേട്ട് അവൾ ജനാല വഴി താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ബാസ്കറ്റ് ബോൾ കോർട്ടിൽ നിന്നുകൊണ്ട് ബാസ് വളരെ മനോഹരമായ ഒരു റൊമാൻറ്റിക് സോങ് സായെ നോക്കി പാടുന്നതാണ്. ബാസിനോട് വലിയ താല്പര്യമില്ലാത്ത സായ്ക്ക് പക്ഷെ അവൻ പാടുന്ന ഈ മനോഹരമായ പാട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് അവളുടെ മനസ്സും കണ്ണും നിറയ്ക്കുന്നു. പിന്നീട് രണ്ടുപേരും ഒരു ഇടനാഴിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. ആ സമയം ബാസ് സായുടെ അടുത്തേക്ക് എത്തി എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് നിങ്ങളുടെ കൂടെ കൂട്ടായി ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് സായെ ബാസ് കിസ് ചെയ്യാണ്. വർഷങ്ങളായി താൻ സ്നേഹിക്കുന്ന ഓം തന്നെ പറ്റിച്ചതിന്റെ ഫ്രസ്ട്രേഷനിലും സാ അവൾക്ക് ഈ ചെറിയ സമയം കൊണ്ട് നൽകിയ ആ ഒരു സന്തോഷത്തിന്റെ ഹാങ് ഓവറിലും ഒക്കെ ആയിരിക്കാം സാ ആ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവർ പ്രണയിക്കാൻ തുടങ്ങുകയാണ്. സായെ ബാസ് ഓഫീസിലേക്ക് കൊണ്ടുവിടുന്നു. ബാസിനെ സാ സ്കൂളിൽ കൊണ്ടുവിടുന്നു. വൈകുന്നേരങ്ങളിൽ കണ്ടുമുട്ടുന്നു, കറങ്ങാൻ പോകുന്നു, ഒന്നിച്ച് ഫുഡ് കഴിക്കുന്നു, തമാശ പറയുന്നു. അങ്ങനെ നല്ല നല്ല നിമിഷങ്ങൾ ഇവർ ഒന്നിച്ച് ചെലവഴിക്കുകയാണ്. അന്ന് സായെ കാണാനായി ഓഫീസിലേക്ക് എത്തിയ യുവാവുമായി അവൾ പ്രണയത്തിലാണ്, അവൾ ഓമിനെ വിട്ടു എന്ന കാര്യങ്ങളൊക്കെ സായുടെ കൊളീഗ്സിന് ഇതിന്റെ ഇടയിൽ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ സാ അവരോട് തന്റെ ലവർ ഒരു സ്കൂൾ വിദ്യാർത്ഥിയാണ്, അവൻ അന്ന് വന്നതുപോലെ ഒരു യുവാവൊന്നും അല്ല, ചെറിയ പയ്യനാണ് എന്ന കാര്യമൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അവൾക്ക് പേടിയാണ് ഇവരിത് എങ്ങനെ എടുക്കുമെന്നത്. പക്ഷെ ദിവസങ്ങൾ കടന്നു പോകെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ബാസിന്റെ അക്കൗണ്ട് കാണുന്ന സായുടെ കൊളീഗ്സ് അവൻ ഒരു ചെറിയ പയ്യനാണ്, അന്ന് അവൻ വലിയ യുവാവിനെ പോലെ വന്നെങ്കിലും അവനൊരു സ്കൂൾ വിദ്യാർത്ഥിയാണ് എന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നു. അവർ അതിനെപ്പറ്റി സായിക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നിന്നെക്കാളും 10 വയസ്സ് ഇളയതാണ് അവൻ, അവനുമായുള്ള ബന്ധം നന്നായി മുന്നോട്ട് പോവില്ല, പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ രസമായി തോന്നുമെങ്കിലും അത് ഫ്യൂച്ചറിൽ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഈവൻ നിങ്ങൾക്ക് കുട്ടികൾ പോലും ഉണ്ടാവില്ല. അവന് കല്യാണപ്രായമായി വരുമ്പോഴേക്കും നിനക്ക് കുഞ്ഞുണ്ടാവുന്ന ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് കൊളീഗ്സ് പറയുന്നത് കേൾക്കുന്ന സായിക്ക് വല്ലാത്ത വിഷമം വരുന്നു. അവൾ അന്ന് വൈകിട്ട് ബാസിനെ കാണുമ്പോൾ അവളുടെ മനസ്സിലുള്ള ഈ കാര്യങ്ങളെല്ലാം അവനോട് തുറന്നു പറയാണ്. അതായത് അവന് കല്യാണപ്രായം ആവുമ്പോഴേക്കും സായിക്ക് വയസ്സാകുമെന്ന കാര്യവും അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന കാര്യവുമില്ല. ഇത് കേൾക്കുന്ന ബാസ് ഇതൊന്നും തനിക്കൊരു പ്രശ്നമേ അല്ല എന്ന് പറയുന്നു. സാ എത്ര വയസ്സായി സൗന്ദര്യമെല്ലാം കുറഞ്ഞാലും താൻ എന്നും സായെ തന്നെ സ്നേഹിക്കുമെന്നും മറ്റൊരു പെണ്ണിനെ നോക്കില്ല എന്നും ബാസ് പറയുന്നു. കൂടാതെ കുഞ്ഞുണ്ടായില്ലെങ്കിലും തനിക്കത് പ്രശ്നമല്ല, നമുക്കൊരു കുഞ്ഞിനെ വേണമെന്ന് തോന്നുന്ന സമയം നമുക്ക് ദത്തെടുക്കാമല്ലോ എന്നാണ് ബാസ് പറയുന്നത്. അങ്ങനെ ബാസ് പല പല കാര്യങ്ങൾ പറഞ്ഞ് സായുടെ ഉള്ളിലെ എല്ലാ ആശങ്കകളും അകറ്റുന്നു. ഇവന്റെ ഈ വാക്കുകൾ സായുടെ മനസ്സ് നിറയ്ക്കുന്നു. അവൾക്ക് ഒരുപാട് സന്തോഷമാകുന്നു. അന്ന് സാ ബാസിനെ ഡ്രോപ്പ് ചെയ്യാനായി അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ സമയം കരഞ്ഞ മുഖമൊക്കെ ആകെപ്പാടെ മോശമായിരിക്കാം. വീട്ടിനകത്ത് വന്ന് മുഖം കഴുകിയിട്ട് പോയെന്ന് അവൻ പറയുന്നു. അങ്ങനെ സാ ബാസിന്റെ വീട്ടിനകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ബാസിന്റെ അച്ഛനും അദ്ദേഹത്തിന്റെ 2 ബോഡി ഗാർഡ്സും ഉണ്ടായിരുന്നു. ബാസിനെ കണ്ടപാടെ ബോഡി ഗാർഡ്സ് അവനെ പിടിച്ചു നിർത്തുകയും ബാസിന്റെ അച്ഛൻ അവനെ അടിക്കുകയും ചെയ്യുന്നു. ബാസിന് പാട്ട് വലിയ ഇഷ്ടമാണ്. അവൻ പാട്ടുമായി നടക്കുന്നതൊന്നും അച്ഛന് തീരെ ഇഷ്ടമല്ല. ബാസ് സ്കൂളിലെ മ്യൂസിക് ട്രൂപ്പിൽ ഇന്ന് പാട്ടുപാടി അത് താൻ അറിഞ്ഞു എന്ന കാര്യം പറഞ്ഞാണ് അച്ഛൻ മകനെ അടിക്കുന്നത്. എന്തായാലും സായുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അടി കൊണ്ടത് അവന് വലിയ നാണക്കേടായി. അവൻ അച്ഛനോട് ഇതെന്റെ ഫ്രണ്ടാണ്, ഞാൻ ഇവരെ ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു വീട്ടിൽ നിന്ന് സായുമായി എസ്കേപ്പ് ആവുന്നു. അങ്ങനെ സായുടെ അപ്പാർട്ട്മെന്റിൽ
എത്തിയ ശേഷം അവന്റെ ഭാവം മാറുകയാണ്. അവന് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വയ്യെന്നും പോയാൽ അച്ഛൻ തന്നെ അടിക്കുമെന്നും പറഞ്ഞ് അന്ന് രാത്രി അവിടെ നിൽക്കാനുള്ള അനുവാദം അവൻ വാങ്ങുന്നു. അങ്ങനെ രാത്രി കിടന്നുറങ്ങാൻ നേരം ബെഡിൽ സായും നിലത്ത് ബാസും കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ ഓഫീസിൽ പോകാൻ നേരം സാ ബാസിന്റെ കയ്യിൽ അപ്പാർട്ട്മെന്റിന്റെ താക്കോല് കൊടുത്തിട്ടാണ് പോകുന്നത്. ഇൻ കേസ് അവന് അന്നും വീട്ടിൽ പോകാൻ മടിയാണെങ്കിൽ അപ്പാർട്ട്മെന്റിലേക്ക് വന്നു നിൽക്കാം എന്ന സൂചനയിൽ. അങ്ങനെ ഓഫീസിലേക്ക് എത്തിയ ശേഷം ബാസ് ഇന്നലെ തന്റെ വീട്ടിലായിരുന്നു എന്ന കാര്യം സാ അവളുടെ കൊളീഗ്സിനോട് പറയുമ്പോൾ അവര് ഇതൊക്കെ വളരെ മോശമായ കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ് സായെ നിരുത്സാഹപ്പെടുത്തുന്നു. പക്ഷെ സാ അതിനെ ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, അവന് വീട്ടിൽ പോകാൻ പേടിയായതുകൊണ്ട് ഞാൻ എന്റെ കൂടെ നിർത്തി, അത്രേ ഉള്ളൂ എന്ന് പറയാണ്. തുടർന്ന് കുറച്ചു ദിവസം സായുടെ അപ്പാർട്ട്മെന്റിലാണ് ബാസ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ സായിക്ക് ഓഫീസിൽ വലിയൊരു ഹെപ്റ്റിക് വർക്ക് കിട്ടുന്നു. അത് അവൾക്ക് ഒറ്റയ്ക്ക് തീർക്കാൻ സാധിക്കുന്നില്ല. ബാസും കൂടി സഹായിച്ചാൽ തീർക്കാൻ പറ്റുമെന്ന വിശ്വാസത്തിൽ അവൾ ബാസിനോട് ഓഫീസിലെ ജോലിയെ പറ്റിയൊക്കെ പറയുമ്പോൾ ബാസിന് അതിലൊന്നും തീരെ ഇൻട്രസ്റ്റ് ഇല്ല. അവന് അതൊന്നും അറിയത്തുമില്ല. സായിക്ക് വലിയ നിരാശയാവുന്നു. അവൾ അടുത്ത ദിവസം ഓഫീസിലേക്ക് ചെന്ന് ഇതൊക്കെ എങ്ങനെ താൻ തീർക്കുമെന്ന് ആകെപ്പാടെ തല പുകഞ്ഞിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഓം എത്തുന്നു. സാ ഒന്നും പറയാതെ തന്നെ സായെ സഹായിക്കാനായി ഫ്രീലാൻസ് ആയി വർക്ക് ചെയ്യുന്ന ചിലരെ താൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് ഓം പറയുന്നത് കേൾക്കുന്ന സായിക്ക് സത്യത്തിൽ അത് വലിയൊരു ആശ്വാസമായിരുന്നു. പിന്നീട് അവള് ഓമിന്റെ കൂടെ സംസാരിക്കുന്നു. ആ സമയം ഓം തനിക്ക് പാമിനെ സത്യത്തിൽ ഇഷ്ടമല്ലെന്നും പിന്നെ ചില സാഹചര്യം മൂലം അവളെ വിട്ടു വരാൻ പറ്റാത്ത രീതിയിൽ പെട്ടുപോയിരിക്കുകയായിരുന്നു എന്നും പക്ഷെ ഇപ്പോൾ താൻ ഫ്രീ ആണെന്നും ഇനി തനിക്ക് പാം ഒരു ബാധ്യതയല്ല എന്നുമെല്ലാം ഓം പറയുമ്പോൾ സാ അതിന് മറുപടിയൊന്നും പറയുന്നില്ല. അവളുടെ മൗനം തന്നോട് ദേഷ്യമില്ലാത്തതിന്റെ സൂചനയാണെന്ന് ഓം കരുതുന്നു. പിന്നീട് ഓം തന്നെ കാണാൻ വന്ന കാര്യവും തന്നോട് സംസാരിച്ചതുമെല്ലാം സാ ബാസിന് മെസ്സേജ് അയക്കുകയാണ്. ഈ മെസ്സേജ് കണ്ടപാടെ ടെൻഷൻ ആവുന്ന ബാസ് അന്ന് രാത്രി സായുടെ അപ്പാർട്ട്മെന്റിൽ പോവാതെ അവന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ താമസിക്കുന്നു. കൂടാതെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ലാത്ത ബാസ് ഏതെങ്കിലും പബ്ബിലോ വല്ലതും പാട്ട് പാടാൻ പോകാനും തുടർന്ന് കാശ് സമ്പാദിക്കാനും തീരുമാനിക്കുന്നു. പിന്നീട് സായെ കാണാനായി അടുത്ത ദിവസം ബാസ് അവളുടെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഓം ഇരിപ്പുണ്ടായിരുന്നു. ഓം സായുടെ കൊളീഗ്സിനോട് സായെ താൻ ഒരു വെക്കേഷൻ ട്രിപ്പിന് കൊണ്ടുപോകുന്ന കാര്യം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് ഓം കേൾക്കുന്നു. ഓമൻ ആകെപ്പാടെ സങ്കടം. അവൻ നേരെ അവന്റെ ബാൻഡിന്റെ പ്രാക്ടീസ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ സാ അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. സാ ബാസിനോട് സംസാരിക്കാനായി ശ്രമിക്കുമ്പോൾ ബാസ് അതിനൊന്നും ചെവി കൊടുക്കാതെ അവളോട് ദേഷ്യപ്പെടുകയാണ്. ബാസ് തന്നോട് പിണക്കമാണെന്ന് അറിയാമെങ്കിലും അന്ന് അവൻ അപ്പാർട്ട്മെന്റിലേക്ക് വരുമെന്ന പ്രതീക്ഷയിൽ അപ്പാർട്ട്മെന്റിൽ അവന് വേണ്ടി സാ കാത്തിരിപ്പുണ്ടെങ്കിലും അവൻ വന്നില്ല. അടുത്ത ദിവസം ഓം സായെയും അവളുടെ കൊളീഗ്സിനെയും ഫുഡ് കഴിക്കാനായി വെളിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ആ സമയം ഓം അവന്റെ 1 വയസ്സായ മകന്റെ കൂടെ വരുന്നു. സത്യത്തിൽ ഓമും പാമും ഇതിന്റെ ഇടയിൽ വിവാഹിതരായി അവർക്ക് 1 വയസ്സുള്ള ഒരു കുഞ്ഞും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴാണ് ഓം പാമിനെ ഉപേക്ഷിക്കാനായി തീരുമാനിച്ച് വീണ്ടും സായുടെ അടുത്തേക്ക് എത്തിയത്. പക്ഷെ ഇപ്പോൾ ഇവിടെ സായുടെ മുന്നിൽ ഇരിക്കുന്ന സമയത്തും ഓം മുന്നിൽ ഇരിക്കുന്ന സായെ ശ്രദ്ധിക്കാതെ ഫോണിലൂടെ പാമുമായി മെസ്സേജ് അയക്കുകയൊക്കെയാണ്. ഇത് ശ്രദ്ധിക്കുന്ന സാ സത്യത്തിൽ നിങ്ങൾ അവളെ മറന്നോ, ഇപ്പോഴും നിങ്ങൾക്ക് അവളെ ഇഷ്ടമല്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഓം അവന്റെ മനസ്സ് തുറക്കുകയാണ്. അവൻ ഇപ്പോഴും പാമിന് ഇഷ്ടമാണ്, അവളാണ് അവനിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നത് എന്ന്. അതിന്റെ ഫ്രസ്ട്രേഷനിൽ അവളെ ഒന്ന് കുശുമ്പ് പിടിപ്പിച്ച് വീണ്ടും തന്നിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ടാണ് അവൻ അവനെ പണ്ട് സ്നേഹിച്ച സായെ തേടി വന്നതെന്ന കാര്യങ്ങളെല്ലാം. രണ്ടാമതും തന്നെ തേടി ഓം എത്തിയത് തന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, തന്നെ കരുവാക്കി പാമിനെ ആകർഷിക്കാനായിട്ടാണെന്ന് സായിക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അതിനുശേഷം ഇവരെല്ലാവരും കൂടി ഒരു പബ്ബിലേക്ക് ചെല്ലുന്നു. ഇതേ പബ്ബിൽ പാമുമുണ്ട് ബാസുമുണ്ട്. ഓമിന് പാമിനെ കാണാനും സായിക്ക് ബാസിനെ കാണാനുമായിട്ടാണ് ഇവരിവിടേക്ക് എത്തിയത്. കൂട്ടത്തിൽ സായുടെ കൊളീഗ്സും ഉണ്ട്. അവിടെ എത്തിക്കഴിയുമ്പോൾ അവിടെ ഒരു ഗെയിം നടക്കുന്നുണ്ടായിരുന്നു. ആ ഗെയിമിൽ വിജയിക്കുന്നവർക്ക് അവിടെയുള്ള ഒരാളെ കിസ് ചെയ്യാനുള്ള ചാൻസ് ആണ് ഉള്ളത്. അങ്ങനെ ആ ഗെയിമിൽ സായുടെ കൊളീഗ് വിജയിക്കുകയും തുടർന്ന് സായോട് ബാസിനെ കിസ് ചെയ്യാനായി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഇതേ പബ്ബിൽ ഒരു പബ് സിംഗറായി നിൽക്കുന്ന ബാസിനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സാ കിസ് ചെയ്യാണ്. സാ ഇതോടെ ബാസിനും തനിക്കും ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് കരുതുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ബാസിന്റെ അച്ഛന്റെ ആളുകൾ അവനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകുന്നു. പാം ഇപ്പോൾ ബാസിന്റെ അച്ഛന്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. കൂടാതെ അവള് വഴിയാണ് ബാസ് ഉള്ള സ്ഥലം അവന്റെ അച്ഛൻ മനസ്സിലാക്കി ഗുണ്ടകളെ കൊണ്ട് അവനെ തട്ടിക്കൊണ്ടുവന്നതും. താൻ പറയുന്നത് കേൾക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ബാട്ടും കൂത്തുമായി നടക്കുന്ന ബാസിനെ ഹയർ സ്റ്റഡീസിന് അമേരിക്കയിലേക്ക് വിടാനാണ് ബാസിന്റെ അച്ഛൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ അടിച്ചും ഇടിച്ചും അവനെ അച്ഛൻ അതിന് സമ്മതിപ്പിച്ചെടുക്കുന്നു. തുടർന്ന് ബാസിനെ കാണാനായി അവനുള്ള സ്ഥലം അന്വേഷിച്ച് സാ എത്തുന്നുണ്ടെങ്കിലും ബാസ് സായോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവൾക്ക് വല്ലാത്ത വിഷമമാകുന്നു. അവൻ കാറിൽ കയറി മുന്നോട്ട് പോകുമ്പോൾ സാ ആ കാറിനെ പിന്തുടർന്നോടുന്നു. അവൾ പക്ഷെ ഓടുന്നതിന്റെ ഇടയിൽ റോഡിൽ വീഴുമ്പോൾ ബാസ് കാർ നിർത്തി അതിൽ നിന്ന് ഇറങ്ങി വന്ന് സായോട് നടന്നതിനെല്ലാം മാപ്പ് ചോദിച്ച് വീണ്ടും കാറിൽ കയറി പോകുന്നു. അങ്ങനെ പിന്നീട് ഇവർ കണ്ടിട്ടേയില്ല. ബാസ് ഹയർ സ്റ്റഡീസിനായി അമേരിക്കയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സാ അവളുടെ ജോലിയുമായി ജീവിക്കുന്നു. പിന്നീട് ഓമിനെയും അവളുടെ ജീവിതത്തിലേക്ക് അവൾ ചേർത്തിട്ടില്ല. അങ്ങനെ 5 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം സാ ഉറങ്ങുന്ന സമയം അവളുടെ സ്വപ്നത്തിൽ ബാസ് വരുന്നു. അവൾ ഈ കഴിഞ്ഞ 5 വർഷങ്ങളിലും ബാസിനെ തന്നെ ഓർത്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. സ്വപ്നത്തിൽ ബാസ് അവളുടെ അടുത്ത് വന്നിരുന്ന് അവളെ തലോടുന്നതായാണ് അവൾ കാണുന്നത്. അങ്ങനെ ഉറക്കത്തിന് ശേഷം കണ്ണു തുറക്കുന്ന
നിൽക്കുന്ന സാ ബാൽക്കണിയിൽ ഒരു രൂപം കണ്ട് അത് ആരാണെന്ന് നോക്കുമ്പോൾ ഷോക്ക് ആവുകയാണ്. കാരണം അത് മറ്റാരുമല്ല, ബാസ് ആണ്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവൾ മുന്നേ കണ്ടത് സ്വപ്നമല്ല, യഥാർത്ഥത്തിൽ ബാസ് അവളുടെ അടുത്ത് വന്നിരുന്നതാണെന്ന്. പണ്ടൊരിക്കൽ ഈ ഒരു അപ്പാർട്ട്മെന്റിന്റെ സ്പെയർ കീ ബാസിന് സാ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അവൻ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ടായിരുന്നു. അമേരിക്കയിലെ പഠനവും മറ്റു കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ ശേഷം നാട്ടിലേക്ക് തിരിച്ചെത്തിയ ബാസ് ആദ്യം എത്തിയത് സായെ കാണാനാണ്. കയ്യിലുള്ള താക്കോൽ ഉപയോഗിച്ച് അവൾ ഉറങ്ങുന്ന സമയം അവളുടെ വീട്ടിനകത്ത് ഇവൻ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവർ കണ്ടുമുട്ടിയിരിക്കുകയാണ്. വർഷങ്ങൾ കടന്നുപോയെങ്കിലും ഇപ്പോഴും ഇവർക്കിടയിലെ പ്രണയത്തിന് യാതൊരു മാറ്റവുമില്ല. ബാസിനേക്കാൾ സാ 10 വയസ്സിന് മൂത്തതാണെങ്കിലും അതൊന്നും തങ്ങൾക്ക് പ്രണയിക്കാൻ യാതൊരു പ്രശ്നവുമല്ല. സമയവും അകലവും ഒരുപാട് തടസ്സങ്ങൾ തങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചുവെങ്കിലും അതിനെ അതിജീവിച്ച് തങ്ങൾക്കിടയിലെ പ്രണയം ഇപ്പോഴും സ്ട്രോങ് ആയി നിലനിൽക്കുന്നു എന്ന കാര്യം ഇവർ തിരിച്ചറിയുന്നു. അങ്ങനെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് പ്രണയിക്കാനും ഒന്നിച്ച് ജീവിക്കാനും ഇവർ തീരുമാനിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.